സർക്കാരിനെതിരെ എലപ്പുള്ളി പഞ്ചായത്ത് മദ്യക്കമ്പനിക്ക് വേണ്ടി സർക്കാർ ചട്ടങ്ങളെ വരെ ഭേദഗതി ചെയ്യുന്നുവെന്ന എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു. കാറ്റഗറി 1-ൽ സംരംഭങ്ങൾക്ക് പഞ്ചായത്ത് അനുമതി വേണ്ട എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗം. ഭേദഗതി കൊണ്ടുവന്നാൽ പഞ്ചായത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകാനും കഴിയില്ല. ഇത് പഞ്ചായത്തുകളുടെ അധികാരത്തിൽ മേലുള്ള കൈകടത്തലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. അതേസമയം മദ്യക്കമ്പനിക്ക് വേണ്ടി സർക്കാർ ചട്ടങ്ങളെ വരെ മാറ്റാൻ തയ്യാറാകുന്നുവെന്ന് BJPയും ആരോപിച്ചു. ഇതിൽ മദ്യക്കമ്പനിക്ക് വേണ്ടി ഉറച്ചു നിൽക്കുകയും ചെയ്തു. പക്ഷേ അതിൽ മാധ്യമങ്ങളോട് ഞാൻ പറയുകയുണ്ടായി, കാരണം മദ്യക്കമ്പനിക്ക് വേണ്ടി ഉറച്ചു നിന്നാലും പഞ്ചായത്തിൻ്റെ അടുത്തേക്ക് വരേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ റോഡ് ഇടുന്നതിന്, ഭൂമി നികത്തുന്നതിന്, അതുപോലെ ബിൽഡിംഗ് പെർമിറ്റിന്, തണ്ണീർത്തടത്തിൽപ്പെടുന്ന സ്ഥലം ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് നമുക്ക് റിജക്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ തണ്ണീർത്തട നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന 5 ഏക്കർ സ്ഥലം നികത്തിയിട്ട് അവിടെ മഴവെള്ളം റീചാർജ് സംവിധാനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അപ്പോൾ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനും അത് റിജക്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ സമയത്ത് നമ്മൾ കേസിന് പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ഒരു നിയമം ഭേദഗതി കൊണ്ടുവരാൻ കാറ്റഗറി 1-ൽ ഉൾപ്പെടുത്തി ഭേദഗതി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് പഞ്ചായത്തുകളുടെ അധികാരം കവർന്നെടുക്കുന്നതിന് തുല്യമാണ്. ഈ പഞ്ചായത്തിൽ നിലവിലുള്ള പഞ്ചായത്ത് രാജ് ആക്ടും പഞ്ചായത്തിൽ മേലുള്ള അധികാരങ്ങൾ മുഴുവനും കൈകടത്തിക്കൊണ്ട് നിയമങ്ങളെ കാറ്റിൽ പറത്തി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഈ മദ്യക്കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഈ പഞ്ചായത്തിലൊരു സ്ഥാപനം വരുമ്പോൾ ആ പഞ്ചായത്തിലെ ഈ സമൂഹത്തിനോ ഈ നാട്ടുകാർക്കോ ദോഷം വരുന്ന രീതിയിൽ പോയി പരിശോധിക്കാനുള്ള അവകാശം പോലും പഞ്ചായത്തിന് ഇല്ലാത്തക്ക രീതിയിലാണ് ഈ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഭാരതീയ ജനതാ പാർട്ടി 1-ാം ഘട്ട സമരം കഴിഞ്ഞ് 2ാമത്തെ സമരത്തിന് തുടക്കം കുറിച്ചു. ഈ തീരുമാനത്തിനെത്തിയും അതിശക്തമായിട്ട് പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ കൂടി ചേർന്നുണ്ട്. അരുൺ, ഒരുപക്ഷേ സർക്കാരിൻ്റെ ഈ ഒരു നീക്കത്തെ അതൊരു ഭരണഘടനാ ലംഘനമായിട്ട് വേണ്ടേ കാണാൻ? തീർച്ചയായിട്ടും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ മദ്യക്കമ്പനിക്ക് വേണ്ടി ചട്ടങ്ങളെ വരെ മാറ്റി അതിൽ ഈ കാറ്റഗറി 1-ൽ ഉൾപ്പെടുത്തി ഭേദഗതി കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആരോപണമായിട്ട് ഉയരുന്നത്. എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ഉൾപ്പെടെ അതുപോലെ തന്നെ അവിടുത്തെ BJP നേതാക്കൾ, ആ പഞ്ചായത്തിലെ BJP മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനോടകം തന്നെ അതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. പ്രധാനമായിട്ടും ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ പഞ്ചായത്തിലെ ഒരു വ്യവസായം വരുമ്പോൾ ആ വ്യവസായം അവിടെ തണ്ണീർത്തടം നികത്തുന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ച് അങ്ങനെ നികത്തലുണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിനൊരു സ്റ്റോപ്പ് മെമ്മോ നൽകുക, അതല്ലെങ്കിൽ അനധികൃതമായിട്ട് റോഡ് ഇടുകയോ അതല്ലെങ്കിൽ അനധികൃതമായിട്ട് കെട്ടിടങ്ങൾ നിർമ്മിക്കുകയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ കൃത്യമായ നിലപാട് എടുക്കുന്നതിനും ആ പഞ്ചായത്തിന് അവരുടെ ഈ സംരംഭത്തിനെതിരെ നീങ്ങുന്നതിനും സാധിക്കുന്നതാണ് നിലവിലെ നിയമങ്ങൾ എന്നിരിക്കെ ഈ കാറ്റഗറി 1-ൽ ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം സർക്കാരിൻ്റെ ഡയറക്റ്റ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോവും. അപ്പോൾ അത് പഞ്ചായത്തിന് യാതൊന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ്. നിലവിൽ തന്നെ പാലക്കാട് ഈ കഞ്ചിക്കോടൊക്കെയുള്ള കിൻഫ്രയൊക്കെ സമാന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ കാറ്റഗറി 1-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനമാണ് കിൻഫ്രയൊക്കെ. അപ്പം അതേപോലെ തന്നെ ഈ കാറ്റഗറി 1-ൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മണ്ണുക്കാട് എന്ന പ്രദേശത്തെ കൂടി മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഉയരുന്നത്. അതായത് ഈ മദ്യക്കമ്പനി വരുന്ന പ്രദേശമാണ് മണ്ണുക്കാട്. ആ മണ്ണുക്കാട് പ്രദേശത്തെയും കൂടെ കാറ്റഗറി 1-ലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ സർക്കാർ അങ്ങനെ ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ മന്ത്രി രാജേഷ് ഇത്തരം പ്രസ് മീറ്റിൽ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ കാണുന്നത്. അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് പഞ്ചായത്തിൻ്റെ അധികാരത്തിന്മേലുള്ള കൈകടത്തലാണ്. അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലാണ് പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ പഞ്ചായത്തിലെ BJP അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉള്ളത്. ഇത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയൊക്കെ പുതിയ തരത്തിൽ എങ്ങനെയൊക്കെ എതിർപ്പ് വരുമോ ആ എതിർപ്പിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഈ കമ്പനിക്ക് സുഗമമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്യുന്നുണ്ട്. ആ കമ്പനിയുടെ ഒരു PRO പോലെ MP രാജേഷ് പ്രവർത്തിക്കുന്നുവെന്ന് നേരത്തെ തന്നെ K. സുരേന്ദ്രൻ ഉൾപ്പെടെ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചിരുന്നു. സമാന രീതിയിൽ ഈ സർക്കാർ പലതരത്തിൽ ഈ മദ്യക്കമ്പനി വരുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും നടക്കുന്നു. ആ തരത്തിലുള്ള നീക്കങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കാറ്റഗറി 1-ലേക്ക് ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾ കൂടി നടക്കുന്നത്. മണ്ണുക്കാട് എന്ന മദ്യക്കമ്പനി വരുന്ന പ്രദേശത്തെ കൂടി കാറ്റഗറി 1-ൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് എല്ലാം മദ്യക്കമ്പനിക്ക് അനുകൂലം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അത് യാതൊരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് പഞ്ചായത്തായാലും അതുപോലെ തന്നെ BJP പഞ്ചായത്തിലെ അംഗങ്ങളാണെങ്കിലും ഒക്കെ പറയുന്നത്. വലിയ സമരവുമായി പ്രതിഷേധങ്ങളുമായി ഈ വിഷയത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഒപ്പം തന്നെ നിയമപരമായി കോടതിയെ സമീപിച്ചുൾപ്പെടെ നിയമപരമായിട്ടും ഈ വിഷയത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പഞ്ചായത്തായാലും ആ പഞ്ചായത്തിലെ BJP ആണെങ്കിലും ഒക്കെ വ്യക്തമാക്കുന്നത്. ശരി, അരുൺ ആലത്തൂരാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.